പത്രോസ് ലീഹ. എന്റെ പ്രിയപ്പെട്ടവരെ, വായിക്കണം. ഏതാണെന്നറിയാവോ? മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 21-22. നമുക്ക് വളരെ പരിചിതമായ ഒരു വചന. പെട്ടെന്നൊന്ന് വായിച്ചേ. മത്തായിയുടെ സുവിശേഷം 16, 21, 22. അപ്പോൾ മുതൽ യേശു തനിക്ക് ജെറുസലേമിലേക്ക് പോകേണ്ടിയിരിക്കുന്നുവെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും ശിഷ്യന്മാരെ അറിയിച്ചു. അതായത് ഈശോ പറയാണ്, ഞാൻ ജെറുസലേമിലേക്ക് പോകുന്നു. ജെറുസലേമിൽ എന്താ കാത്തിരിക്കുന്നത്? സഹനം, മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ അങ്ങേയറ്റത്തില് വലിയ ദുരന്തങ്ങളിലൂടെ കടന്നു പോകാൻ പോവാണ്. ഇത് ഈശോ പറയുമ്പോൾ നമ്മുടെ പത്രോസ് എന്ത് പറയും? അടുത്ത വചനം ഒന്ന് വായിച്ചേ. പത്രോസ് എന്ത് പറയും? വായിച്ചേ അടുത്ത വചനം, തൊട്ടടുത്ത വചനം വായിച്ചോ. 22-ാം വചനം. പത്രോസ് അവനെ മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. ദൈവം കനിയട്ടെ. കർത്താവേ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പത്രോസ് അവനെ പിടിച്ചു മാറ്റി നിർത്തി. എന്റെ പ്രിയപ്പെട്ടവരെ, സഹനത്തിന്റെ വഴിയിലൂടെ പോകാൻ തുടങ്ങിയപ്പോൾ സഹനത്തെ ഒട്ടുമേ ഇഷ്ടമില്ലാത്ത പത്രോസ് പിടിച്ചു മാറ്റി നിർത്തി. അപ്പോ ഈശോ പത്രോസിനെ വിളിക്കുന്ന ഒരു പേരുണ്ടെന്ന് വായിച്ചേ. യേശു തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു, സാത്താനെ. കണ്ടോ എന്താ വിളിച്ചത്? സാത്താനെ. ആരെ ചേട്ടാ വിളിച്ചത്? പത്രോസിനെ സാത്താനെന്ന് വിളിച്ചു. കാരണം എന്താ ചേച്ചി? കാരണം പത്രോസിനെ സാത്താനെന്ന് വിളിക്കാനുള്ള കാരണം എന്താ? ഒറ്റ ഉത്തരവേ ഉള്ളൂ. സഹനത്തിന് ആരെല്ലാം എതിര് നിൽക്കുന്നോ അവര് സാത്താന്മാരാവും. സഹനത്തിന് ആരെല്ലാം എതിര് നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജീവിതം അത് സഹനത്തിന്റെ ഭാഗമാണെന്ന്, മരുഭൂമി അനുഭവം ഉണ്ടെന്ന് ഈ പത്രോസ്, സാത്താനെന്ന് വിളിക്കപ്പെട്ട പത്രോസ്, നിങ്ങളൊന്നെടുത്ത് വായിച്ചു നോക്കണം. പത്രോസ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസിന്റെ സ്വഭാവ രീതികൾ മാറി. പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 12, 13. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 4 വേഴ്സ് 12 and 13 ഒന്ന് വായിച്ചു നോക്കിക്കേ. അതിശക്തമായ ഒരു കാര്യം പത്രോസ് ലീഹ പറയാണ്. നമ്മുടെ പത്രോസ്. ഏത് പത്രോസാ? സഹിക്കാൻ പോകണ്ട, ജെറുസലേമിൽ പോകണ്ട, കുരിശിന്റെ വഴി വേണ്ട എന്ന് പറഞ്ഞ പത്രോസ് ദേ എഴുതി വെച്ചിരിക്കുന്നു. വായിച്ചേ. 1 പത്രോസ് 4-ാം അധ്യായം 12, 13 തിരുവചനം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത്. അടുത്ത വചനം കൂടെ വായിച്ചോ. ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരായിരിക്കുന്നതിൽ ആഹ്ലാദിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസ് ലീഹ പറയാണ്, നിന്റെ ജീവിതത്തിൽ സഹനം, അസ്വസ്ഥത, അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടാവുമ്പോൾ പരിഭ്രമിക്കരുത്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു കൊടുത്തേ, പരിഭ്രമിക്കരുത്. പറഞ്ഞു കൊടുത്തേ. ഞെട്ടരുതെന്ന്. അൺഎക്സ്പെക്റ്റഡ് ഇവന്റ്സിന്റെ മുമ്പിൽ ഞെട്ടരുത്. നീ വിഷമിക്കരുത്. നീ വിശ്വസിച്ചോണം, ക്രിസ്തുവിന്റെ പീഡകളിൽ നീ പങ്കുകാരാകുന്നു. ഈ സത്യം തൊട്ടടുത്ത അധ്യായം 5-ാം അധ്യായം 10-ാം വചനം ഒന്ന് വായിച്ചേ. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 5 വേഴ്സ് 10. 1 പത്രോസ് 5-ാം അധ്യായം 10-ാം തിരുവചനം വായിച്ചോ. തന്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണനാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തനാക്കുകയും അല്പകാലത്തെ സഹനത്തിന് ശേഷം നിന്നെ ഇതാ സ്ഥിരീകരിക്കുന്നു, ശക്തിപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ഇപ്പോൾ കടന്നു പോകുന്ന ഈ മരുഭൂമി അനുഭവം, ഈ ഞെരുക്കം, ചുട്ടുപഴുത്ത അനുഭവം പരിശുദ്ധാത്മാവിനെ കൂട്ടിന് പിടിച്ചാൽ നിന്നെ ഇത് ബലപ്പെടുത്തും, ഇത് സ്ഥിരീകരിക്കും. ഇല്ലെങ്കിൽ നീ വീണുപോകും. നീ ചോദ്യങ്ങൾ ചോദിച്ചോണ്ട് രാവിലെ മുതൽ ഇരുന്നോണ്ടിരിക്കും. വീട്ടിൽ ഇങ്ങനെ ഇരിക്കും, നാട്ടുകാരോട് ചോദിക്കും, സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ചോദിച്ചോണ്ടിരിക്കുന്നിട്ട് കാര്യമില്ലെന്ന്. നീ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചാൽ നിന്റെ ഇന്നത്തെ ഈ സഹനം ഇത് നിനക്ക് ശക്തമായൊരു ബലമായിട്ട് മാറും. ഹല്ലേലൂയാ. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ.
പ്രിയപ്പെട്ടവരെ, ഞാൻ ഡൽഹി ധ്യാന മന്ദിരത്തിലായിരുന്നപ്പോൾ അവിടെ പ്രാർത്ഥിക്കാൻ വന്നുകൊണ്ടിരുന്ന ഒരു ഭാര്യയും ഭർത്താവും, ഇവർക്ക് 3 മക്കളൊക്കെ ഉണ്ട്. ഇദ്ദേഹം ഭർത്താവ് മഹാകുടിയനാണ്. കുടിയനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ, നമ്മൾ വിചാരിക്കുന്ന പോലത്തെ കുടിയൻ. വർഷങ്ങളായിട്ട് ഇദ്ദേഹം മദ്യത്തിന് അടിമയാണ്. ധ്യാനമന്ദിരത്തിൽ പലതവണ വന്ന് പലതവണ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തിയിട്ടുള്ളതാണ്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ സങ്കടം തോന്നുകയും ചെയ്യും. കാരണം നമ്മളോടൊക്കെ വലിയ സ്നേഹത്തോടെ പെരുമാറും. പക്ഷെ ഇദ്ദേഹത്തിന്റെ പ്രത്യേകത, ഇദ്ദേഹത്തിന് ഇപ്പോൾ മദ്യം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ധ്യാനത്തിനൊക്കെ വരും, ഭാര്യ കൂട്ടിക്കൊണ്ടുവരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ തവണയൊക്കെ നമുക്ക് കാണുമ്പോൾ അരിശം തോന്നിപ്പോവും. ഇയാളെ നമ്മൾ ശാസിക്കും, വഴക്കിടും. പിന്നീട് നമുക്ക് സഹതാപം തോന്നിപ്പോവും. അതുപോലത്തെ ഒരു അവസ്ഥയിലെത്തി ഇയാള്. ഒരു ട്രീറ്റ്മെന്റിലൂടെയൊക്കെ ഇയാൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണിപ്പോൾ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹത്തെ കൊണ്ടുവരുന്ന ഭാര്യയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കുടിയനായ ഭർത്താവിനെയും കൊണ്ട് നടക്കുന്ന ഭാര്യ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ, എന്തൊരു അപമാനമാണെന്നറിയോ. അവിടെയുള്ള എല്ലാവരും ഈ സ്ത്രീയെ കാണുമ്പോഴത്തേക്ക് സഹതാപത്തോടെ നോക്കും. ഈ മനുഷ്യനെ കാണുമ്പോൾ തന്നെ ചിലർ മാറിയിരുന്ന് ചിരിക്കാൻ തുടങ്ങും. എന്നാൽ ഈ അപമാനമെല്ലാം ഈ ഭാര്യ ഏറ്റെടുക്കുകയാണ്. ഈ അപമാനമെല്ലാം ഈ ഭാര്യ ഏറ്റെടുക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ ഒറ്റപ്പെട്ട സംഭവമല്ല, അനേക സംഭവങ്ങൾ ഇപ്പോൾ ഞാനിത് പറയുമ്പോൾ ഈ ധ്യാന മന്ദിരത്തിൽ തന്നെ അടുത്ത നാളുകൾ നടന്നു. കാണുമ്പോൾ നമുക്ക് വലിയ സങ്കടം തോന്നും. മകൾ അപ്പനെയും കൊണ്ട് വന്നിരിക്കുക. എൻ്റെ അച്ഛ, ഈ അപ്പനെ ഞാൻ എന്നാ ചെയ്യണ്ടേ, അപ്പനെ എന്നാ ചെയ്യണ്ടേ? എന്നിട്ട് ഈ അപ്പൻ ഞാൻ നോക്കുമ്പോൾ ഈ മകളെ മൃഗീയമായിട്ട് മർദ്ദിക്കുന്നു, ഉപദ്രവിക്കുന്നു. പക്ഷെ ഈ മകൾ ഒന്നും മിണ്ടുന്നില്ല. ഈ ബഹളമൊക്കെ കഴിഞ്ഞ് കുറച്ചു സമയം കഴിഞ്ഞിട്ട് ഈ മകളാണ് അപ്പനെ ഒന്ന് കുളിപ്പിച്ച് റെഡിയാക്കി ധ്യാനിക്കാൻ കൊണ്ട് ഇരുത്തുന്നത്. എന്നിട്ട് സ്നേഹത്തോടെ അടുത്തിരിക്കുവാണ് മകള്. എല്ലാവരും കളിയാക്കുന്നുണ്ട്. കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടിയാണ്, എല്ലാവരും കളിയാക്കും. പക്ഷെ ഈ മകൾ അപ്പനെ ഇങ്ങനെ വിടാതെ പിടിച്ചിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഭാര്യ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു ശുശ്രൂഷ അവസരത്തിൽ ഈ ഭാര്യ വന്ന് മൈക്കെടുത്തൊരു സാക്ഷ്യം പറയുകയാണ്. അപ്പൊ ഞാൻ കൗതുകത്തോടെ നോക്കി, എന്താവണാവോ ഈ സ്ത്രീ പറയാൻ പോകുന്ന സാക്ഷ്യം. കാരണം ഭർത്താവ് മദ്യപാനിയാണ്, അയാൾ അവിടെ ഇരിപ്പുണ്ട്, അയാൾ ഇങ്ങനെ കിറുങ്ങിയിരിക്കുവാണ്. ഈ ഭാര്യ എന്ത് സാക്ഷ്യം പറയാനാണ്? അപ്പോൾ ഈ ഭാര്യ വന്നിട്ട് പറഞ്ഞു, ഒരുപക്ഷെ നിങ്ങൾക്കെല്ലാവർക്കും എന്നെ പരിചയമുണ്ട്, എൻ്റെ ഭർത്താവിനെ പരിചയമുണ്ട്, നിങ്ങൾക്ക് അനേക ചോദ്യങ്ങൾ ഉണ്ടാകും. എന്നാൽ ഞാൻ പറയട്ടെ, എനിക്ക് യാതൊരു സങ്കടവും എൻ്റെ ജീവിതത്തിലില്ല. എന്നിട്ട് ഈ സ്ത്രീ പറയാ, എൻ്റെ കയ്യിൽ എൻ്റെ ജീവിത പങ്കാളിയെ ദൈവം ഏൽപ്പിച്ചതാണ്, ഞാൻ ഇതിനെയും കൊണ്ട് നടക്കുവാണ്. എന്നിട്ട് ഈ സ്ത്രീ പറയാണ്, കർത്താവിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണ് ഞാൻ കൊണ്ട് നടക്കുന്നത്. എനിക്ക് യാതൊരു അപമാനവുമില്ല, കാരണം കർത്താവിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിച്ചറിയുന്നു. എന്നിട്ട് ഈ സ്ത്രീ പറഞ്ഞു, മോശ ഹോറബ് മലയിൽ കണ്ട ആ ദൈവിക മഹത്വം ഞാൻ കാണുന്നു. പുറമേ നോക്കുമ്പോൾ തീ ഇങ്ങനെ കത്തുന്നു, എന്നാൽ അകത്ത് ശാന്തത. നിങ്ങൾ നോക്കുമ്പോൾ പുറമേ ഇങ്ങനെ കത്തുന്നു, എന്നാൽ അകത്ത് ശാന്തത. ഇതാണ് എൻ്റെ അവസ്ഥ. എൻ്റെ ഉള്ളിൽ ശാന്തതയാണ്, എൻ്റെ ഉള്ളിൽ ശാന്തതയാണ്. ഹല്ലേലൂയ. എന്നിട്ട് ഈ സ്ത്രീ പറഞ്ഞു, പരിശുദ്ധാത്മാവിലൂടെ ഞാനത് നേടിയെടുത്തു. നല്ല കയ്യടി കർത്താവായി ഈശോയ്ക്ക് കൊടുത്തേ, നല്ല കയ്യടി കൊടുത്തേ. ഹല്ലേലൂയ. ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഏതെങ്കിലും സ്വഭാവത്തിൽ നിങ്ങൾ ഞെരുക്കം, സഹനം, അസ്വസ്ഥത അനുഭവിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിച്ചോണം, പരിശുദ്ധാത്മാവിനെ കൂട്ടിന് പിടിച്ചാൽ പരിശുദ്ധാത്മാവ് ഈ വിഷയത്തെ നേരിടാൻ ശക്തി നിനക്ക് പരിശുദ്ധാത്മാവ് നൽകും. നന്നായിട്ട് വലതുകരമുയർത്തി ഹല്ലേലൂയ പറഞ്ഞേ, അല്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പൗലോസ്ലീഹ ഇതാ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 16-17 തിരുവചനം ഒന്ന് വായിച്ചേ. പൗലോസ്ലീഹ, നേരത്തെ പത്രോസ്ലീഹ പറഞ്ഞൊരു കാര്യം നമ്മൾ പഠിച്ചു. ഇവിടെ പൗലോസ്ലീഹ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. സെന്റ് പോൾ, വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 16-17 തിരുവചനം. 4-ാം അധ്യായം 16-17. സെന്റ് പോൾ സെക്കൻഡ് ലെറ്റർ ടു കൊറിന്ത്യൻസ്. യെസ്, വായിച്ചോ. ഞങ്ങൾ ഭക്തനാശരാകുന്നില്ല. കണ്ടോ, ഞങ്ങൾ ഭക്തനാശരാകുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഭക്തനാശരാകുന്നില്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താ? മലയാള വേർഡിന്റെ അർത്ഥം എന്താ? ഭക്തനാശരാകുന്നില്ല, ദുഃഖിതരാകുന്നില്ല, ഞങ്ങൾ പുറകോട്ട് പോകുന്നില്ല, ഞങ്ങൾ ക്ഷീണിച്ചു പോകുന്നില്ല. അടുത്ത വചനം വായിച്ചോ. ഞങ്ങളിലെ ഭാഗ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു.
ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്. അവയുടെ ഫലമോ അനുപമമായ മഹത്വം. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്ന് കടന്നു പോകുന്ന സഹനം ഇതൊരു മഹത്വമായിട്ട് മാറും. എങ്ങനെയാ? പരിശുദ്ധാത്മാവിനെ കൂട്ടിന് പിടിച്ചാൽ അത് സംഭവിക്കും. ഇത് മനസ്സിലാക്കി അപ്പസ്തോല പ്രവർത്തനം 19-ാം അധ്യായം 11-ാം തിരുവചനം പൗലോസ്ലീഹായെ കുറിച്ച് പഠിപ്പിക്കുക. പൗലോസ്ലീഹ ഇങ്ങനെ ഞെരുക്കത്തിലൂടെ കടന്നുപോയ മനുഷ്യനാണ്. അനേക ഞെരുക്കങ്ങൾ പൗലോസ്ലീഹയുടെ സഹനങ്ങളെ കുറിച്ചൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ കടന്നുപോയ പൗലോസ്ലീഹ തൻ്റെ ജീവിതത്തിലെ പ്രവർത്തികളെ കുറിച്ച് വചനം പറയുന്നു. 19-ാം അധ്യായം 11-ാം വചനം വായിച്ചേ. 19-11 അപ്പസ്തോല പ്രവർത്തനം, ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 19 വേഴ്സ് 11 വായിച്ചോ. പൗലോസിന്റെ കരങ്ങൾ വഴി ദൈവം അസാധാരണമായ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഹല്ലേലൂയാ. കണ്ടോ? ആരിലൂടെയാണ്? പൗലോസ്ലീഹിലൂടെ. ഈ പൗലോസ്ലീഹയുടെ അവസ്ഥ എന്തായിരുന്നു? ഞെരുക്കം, മരുഭൂമി, സഹനം, ചുട്ടുപഴുത്ത അവസ്ഥ. എന്നാൽ പൗലോസ്ലീഹായിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിലൊരു ഹല്ലേലൂയ പറഞ്ഞേ. അല്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞേ. അല്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എല്ലാവരും ഒന്ന് ചാടി എഴുന്നേറ്റ് നിന്നേ. പ്രിയപ്പെട്ടവരെ, നിന്റെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഭാരങ്ങൾക്കും ആകുലതകൾക്കുമുള്ള ഉത്തരമാണ് ആര്? പരിശുദ്ധാത്മാവ്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ഈ സമയം ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ കടന്നു പോകുന്ന ഓരോ ഭാരവും, ഓരോ ആകുലതയും, ഓരോ സംശയവും ഇതാ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കട്ടെ. അത്ഭുതകരമായ ദൈവകൃപ ഇതാ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളുടെ മേൽ വ്യാപരിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അത്ഭുതകരമായ ശക്തി ദൈവജനത്തിൻ്റെ മേൽ വെളിപ്പെടട്ടെ. ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ഇന്ന് കടന്നു പോകുന്ന ഓരോ അനുഭവങ്ങളും നിന്നെ ശക്തിപ്പെടുത്തുകയാണ്. മരുഭൂമിയിലേക്ക് യേശുവിനെ നയിച്ച പരിശുദ്ധാത്മാവ് നിന്നെയും നയിക്കുന്നു. നീ ഒറ്റയ്ക്കല്ല, നിന്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുന്നു. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. നാവ് തുറന്ന് ഹൃദയം തുറന്ന് വിളിക്കട്ടെ. പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾക്കിവിടെ ആയിരിക്കാൻ കൃപ തന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഇന്നും എന്നും എപ്പോഴും ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഈ ആരാധന സമയം പ്രത്യേകമായി കരുണയുടെ തിരുനാൾ ദിനത്തിൽ ദൈവം എന്നിൽ ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നീണ്ട നാളുകളായി പ്രാർത്ഥിച്ച് മടുത്ത ചില കാര്യങ്ങളാവാം. ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലെന്ന് ഒരുപക്ഷെ സാത്താൻ നമ്മുടെ തലയ്ക്കകത്തിരുന്ന് പറയും. എന്നാൽ നീ മടുക്കരുത്. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവൻ നിന്നിൽ ഇടപെടും. നിന്റെ ജീവിതത്തിൽ, കുടുംബത്തിൽ ദൈവം ഇടപെടും. തക്ക സമയത്ത് ദൈവം ഇടപെടും. കാരണം ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. നിന്റെ കുടുംബം തകർന്നു പോകാൻ ദൈവം അനുവദിക്കുകയില്ല. നിന്റെ ജീവിതം പെരുവഴിയിലാകാൻ ദൈവം അനുവദിക്കുകയില്ല. നിന്റെ ശരീരം രോഗപീഠകളാൽ നശിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. സാമ്പത്തിക ഞെരുക്കത്താൽ നിന്റെ വീട് അസ്വസ്ഥതയിൽ കഴിയുവാൻ ദൈവം അനുവദിക്കുകയില്ല. മക്കളെ ഓർത്ത് നിരന്തരം ഭാരപ്പെടാൻ ദൈവം അനുവദിക്കുകയില്ല. കുഞ്ഞുങ്ങളില്ലാത്തതിന് ദുഃഖം പേറുന്നവരെ ദൈവം നിന്നിൽ ഇടപെടുന്നു. വിവാഹ ജീവിതത്തിൽ പാളിച്ചകളും തകർച്ചകളുമായി പ്രാർത്ഥിക്കുന്നവരെ ദൈവം നിന്നിൽ ഇടപെടുന്നു. അവിടുത്തെ മഹാകാരുണ്യം നിന്റെ മേൽ പ്രവർത്തിക്കുന്നു.
നീ എന്തായിരിക്കുന്നുവോ അത് ദൈവത്തിൻ്റെ കാരുണ്യമാണ്. കർത്താവെ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എൻ്റെ ജീവിതത്തിൽ ഇന്നോളം അങ്ങ് ചൊരിഞ്ഞ എല്ലാ കാരുണ്യ പ്രവർത്തികളെയും ഓർത്തുകൊണ്ട് നന്ദി പറയുന്നു. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പറ്റുന്നത് തന്നെ കർത്താവെ അങ്ങയുടെ കാരുണ്യമാണല്ലോ. അങ്ങയുടെ കാരുണ്യത്തിൽ ഞാൻ ശരണപ്പെടുന്നു. കർത്താവെ, ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. അങ്ങ് നൽകാതെ എനിക്കൊന്നുമില്ല. കർത്താവെ, അങ്ങ് നൽകിയതെല്ലാം മാത്രമല്ലേ എൻ്റെ ജീവിതത്തിലുള്ളൂ. സമർപ്പിക്കുന്നു. ആ വലിയ പ്രാർത്ഥനയോടെ ദൈവത്തിന് മുമ്പിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈശോയുടെ മുമ്പിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരും ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജീവിതം എത്ര തകർന്ന അവസ്ഥയിലൂടെ കടന്നുപോയ വ്യക്തിയുമായിക്കൊള്ളട്ടെ, ഒരുപക്ഷെ ആരെങ്കിലുമൊക്കെ ഇപ്പം ചിന്തിക്കുകയാണ്, ഒരിക്കലും ഞാൻ രക്ഷപ്പെടിയാല, അത്രയും വലിയ പാപപ്രവൃത്തിയല്ലേ ഞാൻ ചെയ്തത്, ഒരിക്കലും ഞാൻ നന്നായിയേല, ഇത്രയും പേരെ ഞാൻ പറ്റിച്ചിട്ടുണ്ട്, ഇത്രയും വലിയ പ്രശ്നങ്ങളിലൂടെ ഞാൻ കടന്നു പോകുന്നു, ഇനി ഞാൻ നന്നാകുമോ, ഇനി ഞാൻ രക്ഷപ്പെടുമോ, ഇനി എൻ്റെ ജീവിതം എന്താവും? രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് നന്നായിട്ട് നിവർത്തി ഉയർത്തിപ്പിടിക്കണം. അസാധ്യതകളിൽ സാധ്യത നൽകുന്ന ദൈവം നിന്റെ മേൽ കരുണ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. സാറായിലൂടെ അബ്രാഹത്തിനൊരു കുഞ്ഞുണ്ടാകുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനം തക്ക സമയത്ത് നിറവേറി എന്നതുപോലെ ഇപ്പോൾ ഈ ആരാധന സമയത്ത് നിന്റെ മേൽ കർത്താവിൻ്റെ ചില വാഗ്ദാനങ്ങൾ നിറവേറുന്നതാണ്. ഒരുപക്ഷെ സാറായിയെപ്പോലെ നീയും ചോദിക്കും, ഇതെങ്ങനെയാണ് കാര്യങ്ങൾ? പ്രായമാകുന്നുണ്ടല്ലോ, എൻ്റെ ജീവിതത്തിൽ ഇനി ഇത് സംഭവിക്കുമോ? ദാസിയായ ഹാഗാറിൽ ഒരു കുഞ്ഞുണ്ടാവട്ടെ, അതിനുവേണ്ടിയുള്ള പരിശ്രമം അത് ബുദ്ധിയുടെ പരിശ്രമമാണ്. എന്നാൽ ദൈവം ഒരുക്കിയ പദ്ധതി അത് നിറവേറപ്പെടും. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ. ദൈവമേ, എൻ്റെ വീട് അത് അങ്ങയുടെ പദ്ധതിയുടെയും വാഗ്ദാനത്തിൻ്റെയും ഭാഗമാണ്. പ്രത്യേകിച്ച് കല്യാണം കഴിച്ചവരെ, നിങ്ങൾ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് വിശ്വസിക്കണം. എൻ്റെ കയ്യിൽ എൻ്റെ ജീവിത പങ്കാളിയെ ചേർത്ത് വെച്ച ദൈവമാണ്. അവിടുത്തെ പദ്ധതിയുടെ ഭാഗമാണ്. അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. പരിശുദ്ധ അൾത്താരുടെ മുമ്പിൽ എൻ്റെ ജീവിതം ആരംഭിച്ചതാണ്. കർത്താവെ, ഈ വാഗ്ദാനം ഒരിക്കലും തളർന്നു പോകാൻ അങ്ങ് ഇടവരുത്തല്ലേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, പ്രത്യേകിച്ച് കുടുംബ ബന്ധങ്ങളിൽ, ഭാര്യ ഭർത്ത ബന്ധങ്ങളിൽ ഏതെങ്കിലും തകർച്ചകളും അവിശ്വസ്തതയും അസ്വസ്ഥതയും സംശയപ്രകൃതിയും വിവാഹമോചനത്തെക്കുറിച്ച് പോലും ചിന്തിക്കുന്ന അനേക കുടുംബങ്ങളിൽ കർത്താവിൻ്റെ കരുണ ഇപ്പോൾ ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടുകയാണ്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, ഒരുപക്ഷെ നിന്റെ വീട്ടിൽ അപ്രകാരം ഏതെങ്കിലും ബന്ധ തകർച്ച ഉണ്ടെങ്കിൽ അതിനെ സമർപ്പിക്കുക. ഇനി നിങ്ങൾക്ക് പരിചയമുള്ള ആരെയെങ്കിലുമാണ് മനസ്സിൽ ഓർമ്മ വരുന്നതെങ്കിൽ അത് സമർപ്പിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ അയൽവാസികളാവാം, നിങ്ങളുടെ ചുറ്റുമുള്ള ജീവിതത്തിൽ ആരെങ്കിലും ഇങ്ങനെ വിവാഹമോചനത്തെക്കുറിച്ചോ സംശയപ്രകൃതിയെക്കുറിച്ചോ പരസ്പരം കലഹിക്കുന്ന ജീവിത പങ്കാളിയുമായിട്ട് ഒത്തുപോകാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന ചില ജീവിതങ്ങളുണ്ടല്ലോ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, കർത്താവേ, അങ്ങയുടെ കരുണയാൽ അവരെ സംരക്ഷിക്കണമേ. കർത്താവേ, ഇവരുടെ ജീവിത വഴികളിൽ അങ്ങ് ഇടപെടണമേ. കർത്താവേ, അങ്ങയുടെ അത്ഭുതകരമായൊരു ശക്തി ഈ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കണമേ. പ്രത്യേകിച്ച് ഭാര്യ ഭർത്ത ബന്ധത്തിൽ കടന്നു വന്നിട്ടുള്ള പൈശാചിക പീഡകളെ യേശുവേ, ഈ പരിശുദ്ധ അൾത്താരിൽ നിന്ന് ഞങ്ങൾ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ലഭിക്കപ്പെട്ട അഭിഷേകം അധികാരത്തിൽ ഇപ്പോൾ കുടുംബ ബന്ധങ്ങളെ തകർക്കുന്ന നാരക ശക്തികളെ, പൈശാചിക പീഡകളെ യേശുവിൻ്റെ അത്ഭുത കരുണയുടെ ശക്തിയാൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിലെ വഴക്കുകളും അസ്വസ്ഥപ്പെടുന്ന ചിന്തകളും യേശുവിൻ്റെ അത്ഭുത കരുണയാൽ ഈ സമയത്ത് വിശുദ്ധീകരിക്കപ്പെടട്ടെ. വലിയൊരു സൗഖ്യത്തിലേക്ക് പ്രവേശിക്കപ്പെടട്ടെ. എല്ലാ സംശയ പൈശാചിക പീഡകളും കർത്താവെ കെട്ടുവിട്ടു പോവണമേ. ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ പറ്റാത്ത വണ്ണമുള്ള എല്ലാ ദുഃഖങ്ങളും കർത്താവെ
വിശുദ്ധ കുരിശിന്റെ ശക്തിയാല്, യേശുവേ നിന്റെ കരുണയുടെ ശക്തിയാല് ഈ ശുശ്രൂഷ സമയത്ത് ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ. നിങ്ങൾക്ക് പരിചയമുള്ള ഓരോ വ്യക്തികളെയും, ഓരോ ഭർത്താവിനെയും ഭാര്യയെയും മനസ്സിൽ കണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. അവിശ്വസ്തതയുടെ കെട്ടുകൾ അഴിയട്ടെ, തെറ്റായ സ്നേഹബന്ധങ്ങളുടെ കെട്ടുകൾ അഴിയപ്പെടട്ടെ, കുടുംബങ്ങളിലേക്ക് സമാധാനം വെളിപ്പെടട്ടെ, വിവാഹ ബന്ധങ്ങളിലുള്ള എല്ലാ തകർച്ചകളും യേശുവേ നിന്റെ കരുണയിൽ സമർപ്പിക്കുന്നു. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ, നന്നായിട്ട് സ്തുതിക്കട്ടെ. ആരാധന 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 ആരാധന. ഓ കർത്താവ്, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവജനങ്ങളുടെ മേല്, ഓൺലൈനിൽ പങ്കെടുക്കുന്നവരുടെ മേല് കർത്താവിന്റെ കരുണ വെളിപ്പെടട്ടെ. യേശുവേ ഞങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവെ, അവിശ്വസ്തതയുടെ ബന്ധങ്ങളെ കർത്താവെ തകർക്കണമേ. തെറ്റായ ജീവിത വഴികളെ കർത്താവെ തകർക്കണമേ. വലിയൊരു അഭിഷേകം സംഭവിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. പ്രൈസ് ദി ലോർഡ്.